വാട്സപ്പും ഇന്റർനെറ്റും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പഠിക്കണം. സൈബർ സാക്ഷരത ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. ആ സാധനങ്ങളൊന്നും ഒരു കുഴപ്പമുള്ളതല്ല, ഉപയോഗിക്കുന്നിടത്താ കുഴപ്പം. ഇപ്പൊ കുട്ടികളൊക്കെ കയ്യിലുണ്ടല്ലോ, ഇതില്ലാത്തവരാരോ ഉണ്ടോ? എന്റെ അടുത്തുണ്ട്. പക്ഷെ എനിക്ക് ഈ മൊബൈലിന്റെ LDF UDF അറിയുള്ളൂ. പച്ച നെക്കിയാണ് പോവും, ചുവപ്പ് നെക്കി അവിടെ നിൽക്കും. നിങ്ങൾ ചിരിച്ചിട്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? എനിക്ക് അത്രേ വിവരമുള്ളൂ. ഇനിയിപ്പോ ഞങ്ങളിപ്പോ ചിരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിന്റെ ഇടക്ക് ഒരു ദിവസം നോക്കുമ്പോ അതും നിന്നു. അപ്പൊ ഞാൻ ഇതിങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒച്ച കേൾക്കണില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ സ്വീപ്പാകണ കണ്ടിട്ട് എന്റെ ചെറിയ മോൻ ചോദിച്ചു, എന്താ ഇപ്പൊ ചോദിച്ചു, ഈ മൊബൈലിന് എന്താണ് അവിടെ അങ്ങോട്ട് കാട്ടിയത്? ഇതിപ്പോ എന്റെ അടുത്ത് തന്നിട്ട് കാര്യം നിങ്ങളുടെ തന്നാണ്. ഓനത് വാങ്ങിക്കാണ്ട് ഇങ്ങനെ രണ്ട് മുട്ടിങ്ങാളും ഇഞ്ചി എടുത്ത് തന്നു. ഇനി ഒന്ന് വിളിച്ചു നോക്കിയാൽ വിളിച്ചു നോക്കുമ്പോൾ റെഡിയാണ്, ഹലോ ആണ്, പോണുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഹലോ എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോഴേ ഇവണ്ട് കുറച്ച് വിട്ട് നിന്നിട്ട് എന്നോടൊരു ചിരി ചിരിച്ചിരിക്കണം. അതാ എനിക്ക് സഹിക്കാൻ വയ്യ. അല്ല, അത് എന്റെ മോനായതുകൊണ്ടാണ് ഞാൻ ചിരി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അതിന് ഇളി എന്നാണ് പറയേണ്ടത്. ഞങ്ങൾക്ക് വളർന്നു വരുന്ന തലമുറ മുതിർന്ന തലമുറയെ നോക്കിക്കൊണ്ട് ഇളിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ നമ്മൾ തരംതാഴ്ന്നു പോണം. ഇതൊന്നും അറിയാതെ എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളിതൊക്കെ അറിയുന്നവരാണ്. സൈബർ സാക്ഷരതയൊക്കെ നമുക്ക് വേണം. പക്ഷെ എന്തിനാണ് ഇത് ഉപയോഗിക്കേണ്ടത്? ഇതിങ്ങനെ 24 മണിക്കൂറും ഒരു ഫോണും കയ്യിൽ പിടിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ വരികയുള്ളൂ. നമ്മളാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്ക് IAMയുടെ ഒരു പുസ്തകമുണ്ട്, എന്റെ മലയാളം വന്നു. അതിൽ കാണാം കുഞ്ഞായി മുസ്ലിയാരെ കഥ. എന്താ കുഞ്ഞായി മുസ്ലിയാരെ കഥ? എന്നിട്ടോ വെച്ചു, എന്നിട്ട് അവിടെ ഒരു കുളം കുഴിച്ചു. എന്നിട്ടോ വെച്ചു, ആ കുളത്തിന്റെ അടുത്തൊരു മരം നട്ടുപിടിപ്പിച്ചു. എന്നിട്ടോ വെച്ചു, മരത്തുമ്പോൾ നിറയെ കായുണ്ടായി. എന്നിട്ടോ വെച്ചു, ആ കായ് വെള്ളത്തേക്ക് ഇങ്ങനെ പോകുന്ന. എന്നിട്ടോ വെച്ചു കുളുന്ന. എന്നിട്ടോ വെച്ചു കുളുകുളുന്ന. എന്നിട്ടോ വെച്ചു കുളുന്ന. എന്നിട്ടോ കുളുകുളും കുളും കുളുകുളും കുളും കുളുകുളും. ഇപ്പൊ നമ്മളൊക്കെ കുട്ടികളെ കയ്യിലുണ്ട് ഈ സാധനം. ഇതിമെന്ന് തെറ്റിയവര് നേരല്ല പടച്ച തമ്പുരാൻ. ഇതിങ്ങനെ തന്നെ എപ്പോഴും. എന്നിട്ടോ ഭർത്താവ് ജോലിക്ക് പോയതാ, ഓണ്ട് കുഴങ്ങി വന്നിങ്ങാണ്ട് ഗേറ്റും തുറന്ന് വന്നിക്കണ. ഗേറ്റ് തുറന്നത് ഓൾ അറിഞ്ഞിട്ടില്ല, ബെല്ലടിച്ചത് ഓളോട്ട് കേട്ടിട്ടില്ല. എന്തേ കുളു കുളു. ഇവങ്ങോട്ട് കേറി വന്നിങ്ങാണ്ടേ ജയ് ഒരു കടിഞ്ഞായിൻ്റെ വെള്ളം ഉണ്ടാക്കിക്ക കാരണം ഓള് വേഗം പോയി ഒരു കണ്ണ് തീക്കും ഒരു കണ്ണ് വറ്റിക്കോയിങ്ങാണത് ഉണ്ടാക്കണത്. അതിന്റെ ഇടയിൽ ചൂടുള്ള വെള്ളത്തിൽ പോയിങ്ങാണ്ട് കുറച്ച് ചായപ്പൊടി ഇട്ട് പഞ്ചാരി ഇട്ട് കലക്കിങ്ങാണ്ട് മാപ്പിളക്ക് കൊണ്ടേ കൊടുത്തു നോക്കുമ്പോ കഞ്ഞിന്റെ വെള്ളത്തിലാണ് ചായപ്പൊടി ഇട്ട്. എന്ത് ചെയ്യും? കുളോ 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 കുളോ. സർവ കുടുംബത്തിലും തമ്മിൽ കുഴപ്പമുണ്ടാക്കുന്നിടത്തേക്കാണ് പോണത്. ചെറിയ കുട്ടികൾ ഉമ്മ പറഞ്ഞ പണി അനുസരിക്കണില്ല. കുട്ടികൾ ഇങ്ങനെ ഇതില് കൊളു കൊളു. അപ്പൊ ചിലപ്പോ ഉമ്മ ഇങ്ങോട്ട് വന്നിങ്ങാണ്ട് അന്റെ ഈ പണ്ടാറം ഞാൻ അങ്ങാട് കുട്ടിന്റെ അടുത്ത് ഒറ്റ വാങ്ങിയിട്ടാണ് കൊണ്ടുപോകുക. ആ കൊണ്ടുപോകുമ്പം ആ കുട്ടിക്ക് ഉമ്മാനെ കൊല്ലാനുള്ള ദേഷ്യമാണ് അവന്റെ മനസ്സിൽ. അണ്ടങ്ങള് പുതിയ തലമുറയിലെ മക്കളും മുതിർന്ന തലമുറയിലെ വാപ്പാരും ഉമ്മാരും തമ്മിൽ സംഘട്ടനത്തിന്റെ കുഴപ്പത്തിന്റെ പല വാതിലുകളും നമ്മുടെ അകത്തളങ്ങളിലടക്കം തുറക്കപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെയാണ് സൈബർ സാക്ഷരതയുടെ നന്മയുടെ ഭാഗം നമ്മൾ പഠിക്കേണ്ടത്. നമ്മളിതൊന്നും വേണ്ടാന്ന് പറയുന്നവരല്ല. പിന്നെ എന്തിനു വേണ്ടി ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം? ഏതിനു വേണ്ടി ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം? 24 മണിക്കൂറും ഇതും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ കേരള ഗവൺമെന്റ് നമ്മുടെ വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന ഒട്ടനേകം പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ, ആ കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ കുട്ടികൾ കടന്നു വരുന്നത് കൂടി. സുബ്ഹാനല്ലാഹ്, അധിക കുട്ടികളുടെയും പ്രശ്നം മൊബൈൽ ഫോണിലൂടെ വന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ. കാണാൻ പാടില്ലാത്തത് ചെറിയ കുട്ടികൾ മൊബൈൽ ഫോണിലൂടെ കാണുകയാണ്. കേൾക്കാൻ പാടില്ലാത്തത് കൊച്ചുമക്കൾ മൊബൈൽ ഫോണിലൂടെ കേൾക്കുകയാണ്.
കേട്ടതും കണ്ടതും അനുസരിച്ചുകൊണ്ട് കുട്ടികളുടെ ബുദ്ധി ഏതൊക്കെയോ വഴിക്ക് ചിന്തിക്കുക. കൗമാരപ്രായത്തിൽ കൊച്ചുനാളിൽ തന്നെ കുട്ടികളിൽ ലൈംഗികമായ ചിന്താഗതി, കുട്ടികൾക്ക് സഹജീവികളോട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരവസ്ഥ, മുഖത്ത് നോക്കിയിട്ട് ഒരാളോട് ചിരിക്കാൻ നേരല്ല, നേർക്ക് നേരെ കണ്ടുകൊണ്ട് ഒരാൾ പുഞ്ചിരിച്ചൊരു കൈ കൊടുക്കാൻ നേരല്ല, എല്ലാ സമയത്തും ഇതിൽ തന്നെ മുഴുകി. അങ്ങനെ എത്ര കുട്ടികളുടെ ബ്രെയിൻ, എത്ര കുട്ടികളുടെ പഠനം, എത്ര കുട്ടികളുടെ ബുദ്ധിശക്തി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരള സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലെല്ലാം കുട്ടികൾ വർദ്ധിച്ചു വരികയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ട മുഅ്മിനുകളെ നമ്മൾ ഇതിന്റെ അപകടകരമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിക്കേണ്ടത്. രാത്രി നമ്മൾ കിടക്കാൻ പോകുമ്പോൾ ഒരു ഫാത്തിഹയും 3 ഖുൽ ഹുവല്ലാഹും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഒരു ആയത്തുൽ കുർസിയൊക്കെ ഓതിയിട്ടാണല്ലോ കിടക്കേണ്ടത്. അതിന് എങ്ങനെ കുട്ടികളെ ഒരു കാതിൽ ഒരു ചെവിക്ക് ഒരു വള്ളി, മറ്റേ ചെവിക്ക് ഒരു വള്ളി, ഇതും വെച്ചുകൊണ്ടാണ് കുട്ടികൾ പോണത്. ഇനി മൂക്കിലും കൂടി ഒന്ന് വെച്ചാൽ ICU ആയി.